എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും ഇന്നലെ കേരളം നന്മ മരങ്ങൾ, കേരളത്തിൻ്റെ നന്മ മരങ്ങളായ എല്ലാവരും ചേർന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചേർന്നിട്ടൊരു കല്യാണമാണ് നടത്തി കൊടുത്തിരിക്കുന്നത്. കാരണം അവർ അഭയം തേടുകയാണ് ചെയ്തത്. അതായത് കേരളത്തിൽ അവർക്ക് അത്രയും ഭയങ്കരമായ സുരക്ഷിതത്വം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയം തേടുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് ഇതിൽ യാതൊരു അഭിപ്രായവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരഭിപ്രായവും ഇല്ല. അതായത് ഇവരെന്താണ് ചിന്തിക്കുന്നത്? ഏതൊരു തന്തയും ചിന്തിക്കുന്ന പോലെ അയാൾ ചിന്തിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെയൊന്നുമല്ല. ഏതൊരു തന്തയും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഒന്നും എല്ലാ കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഇവിടെ ഇപ്പോഴും പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവം മാതിരി ഇങ്ങനെ കൊട്ടി ആഘോഷിക്കുന്നുണ്ട്. ഇത് വലിയ തനി പോഴത്തരം തന്നെയാണ്, അല്ലാതെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഒരച്ഛനെന്ന് പറഞ്ഞ ഒരു മകളെ പറ്റിയിട്ട് ഒരുപാട് ഇതുണ്ടാകും, പ്രതീക്ഷയുണ്ടാകും. ഇപ്പോഴീ മൊണാലിസ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി തന്നെ തെരുവിൽ കിടക്കുമ്പോൾ ആരാ രക്ഷിക്കാനിടയിൽ ഒരു മനുഷ്യന്മാർ പോലും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ 10-18 വയസ്സ് വരെ ചേർത്ത് നിർത്തിയ മാതാപിതാക്കളെ തള്ളി പറയണമെങ്കിൽ അവൻ അത്രയും വലിയ യോഗ്യതയൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഒരു 10-25 വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ കറക്റ്റാണ്. അല്ലാതെ ഈ 18 വയസ്സായ കഴിഞ്ഞ ജനുവരിയിൽ മാത്രം 18 വയസ്സായ ഒരു പെൺകുട്ടി ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു 25 വയസ്സൊക്കെ ആയിട്ടാകുമ്പോൾ മകളെ നിനക്ക് പ്രേമം ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം, അതുവരെ നമുക്കൊരു കാര്യം ചെയ്യാം, കല്യാണം കഴിക്കാതിരിക്കാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രായം, കുറച്ച് പൈസയൊക്കെ കിട്ടുന്ന ഒരു പ്രായം തന്നെയാണ്. അപ്പോഴേ ഇതുപോലെയുള്ള തോന്നിയവാസങ്ങൾ കളിച്ചിട്ട് ഇത് ആർക്കാ നഷ്ടമോ? ഇവിടെ ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്നലെ വന്നിട്ട് ഒരുപാട് പേര് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ചിരിക്കുന്ന കണ്ടു. അതുപോലെ തന്നെ ആ ഒരു തന്തയെ എല്ലാവരും ഓടിക്കുന്ന കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇന്നലെ ഒറ്റയ്ക്കാണ് പോയത്. അയാളുടെ മകളാണ്. അപ്പം അയാളുടെ മകളായിട്ട് പോലും അയാൾക്കെന്തോ പറയാനില്ല, അയാളെ ഒന്നും പറയിക്കത്തില്ല, എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ള പോലെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടോ. വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിച്ച ആൾക്കാർക്കൊന്നും ഒരു നഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മകളല്ല, അവരുടെ സഹോദരങ്ങളല്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞ് ഇവരാരെങ്കിലും പോയിട്ട് രക്ഷപ്പെടുത്തുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നാളെ ഇനി എന്തെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഇല്ലെങ്കിൽ ഒരു 3-4 വർഷം കഴിഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും രക്ഷപ്പെടുത്തോ? പോയിട്ട് ഒരാൾ പോലും ഉണ്ടാവില്ല. ഇന്നലെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കല്യാണം നടത്തിയത് എന്ന് പറഞ്ഞാൽ ആരോടോ ഉള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. ഇതെന്ത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമയാടോ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ കേരള സ്റ്റോറിയും കേരളവും തമ്മിലൊന്നും കൂട്ടിക്കുഴക്കാൻ പാടില്ല. ഏതൊരു അച്ഛൻ്റെയും ആദ്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മക്കളെ കല്യാണം തന്നെയാണ്. അത് അവർക്ക് ചില ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് അവരുടെ മനസ്സിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും ഒരുപോലെ എന്ന് വെച്ചാൽ ഒരു ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ ഒരു മൊണാലിസ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരിക്കും. അതായത് അവരിപ്പോഴായിരിക്കും ഒന്ന് ജീവിക്കാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറലായതിന് ശേഷമാണ് അവർക്ക് കുറച്ചെങ്കിലും ഒരു പ്രാധാന്യം കിട്ടിയതും കുറച്ച് പൈസ കിട്ടിയതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. അതിന് അയാളെ കുറ്റം പറയാൻ കഴിയില്ല. ഇതെന്ന് പറയുന്നത് എന്താ ചെയ്തറിയാം, ഒരുപാട് സ്വപ്നങ്ങളുള്ള സമയത്ത് പണ്ട് മഞ്ജു വാര്യർ ഒളിച്ചോടി പോയില്ലേ. അതായത് ആ അച്ഛൻ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്താൽ തൻ്റെ കഷ്ടപ്പാടെല്ലാം മാറും എന്ന് കരുതിയിരുന്ന സമയത്താണ് ദിലീപിൻ്റെ കൂടെ മഞ്ജു വാര്യർ അങ്ങ് ഇറങ്ങിപ്പോയത്. അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരുടെ അച്ഛന് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരുപാട് ഊണും ഉറക്കവും ഒഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി മഞ്ജു വാര്യർ എന്ന് പഠിപ്പിച്ചത്. അപ്പോൾ ഒരു വിലയും കൊടുക്കാത്ത അച്ഛനെയും തള്ളിപ്പറഞ്ഞു പോയ മഞ്ജു വാര്യർ പിന്നീട് 16 വർഷത്തിന് ശേഷം തിരിച്ചു വന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും ഒരു കുറച്ച് ആഗ്രഹങ്ങളിൽ ഉണ്ടാകും. ഈ അച്ഛനും അമ്മയ്ക്കെല്ലാം മകൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ തങ്ങളും കൂടി രക്ഷപ്പെട്ടു എന്നുള്ളൊരു ഒരു കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും. പക്ഷെ അതൊന്നും ആരും കാണാതെ എല്ലാവരും എന്ത് ചെയ്തു പറയാം, എന്നാൽ ശരിയെന്നല്ല, ഇത് കേരള സ്റ്റോറീൻ്റെ മറ്റൊരു മുഖം. ആർക്ക് ആ ജനിപ്പിച്ച അച്ഛനെയും അമ്മേനെയും അവരുണ്ട് കേരള സ്റ്റോറീനെ പറ്റി അറിയുന്നത്. അവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും എന്നറിയാം. അവരെ മകളെയാണോ നിങ്ങളെല്ലാവരും കൂടി കേരള സ്റ്റോറീൻ്റെ പേരും പറഞ്ഞിട്ട് കെട്ടിക്കാൻ നോക്കിയത്? ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും മുതലെടുക്കുകയല്ലേ ഇന്ന്. ഇനി CPM ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും ഇതിനകത്ത് മുതലെടുക്കുക എന്നല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ അച്ഛൻ്റെ ഭാഗത്താണ്, രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തല്ല. ഞാൻ അച്ഛൻ്റെ ഭാഗത്തേ നിൽക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കുറച്ചൊക്കെ ഒരു ഉത്തരവാദിത്വം വേണം. അല്ലാതെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് അവർ ജീവിക്കട്ടെ. അവരോട് പറയും ഒരു 25 വയസ്സായിട്ട് മക്കളെ, 25 വയസ്സായിട്ടും നിങ്ങൾക്ക് ഇതേ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് കല്യാണം കഴിച്ചോട്ടെ.
ഇനിയിപ്പോഴും ആ പെൺകുട്ടിയുടെ ഭാവി എന്താണ്? അത് ഇച്ചിരി ചില്ലറയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമല്ലേ? ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അഭിനയം പറ്റൂല, അല്ലെങ്കിൽ വേറെ ഒന്നും പറ്റൂല. അത് ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ കാര്യം കട്ടപ്പൊക്കെ കഴിഞ്ഞു. ഇത്രയും നാൾ ആ വൈറല് അതുപോലെ തന്നെ കുറേ സിനിമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങനെ സംരക്ഷിക്കാനും കൂടി ഒരാളുണ്ടാവില്ല. അങ്ങനെ ആ പെൺകുട്ടിയുടെ ജീവിതം ഏതായാലും പഴയ പോലെ തന്നെ കട്ടപ്പൊക്കെയായി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി കുറച്ച് ചില്ലറയുണ്ട്. അതുപോലെ തന്നെ അവനാണെങ്കിൽ ഏതോ അസോസിയേറ്റ് ഡയറക്ടറാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവന് വലിയ ഫെയിമും കാര്യങ്ങളൊന്നും അവനൊന്നും വലിയൊരു ഫെയിമും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ചെയ്ത ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും വലിയൊരു സ്നേഹമോ അല്ലെങ്കിൽ ഇതോ ബഹുമാനമോ ഇതൊന്നും ചെയ്തതല്ല. അവനും കുറച്ച് ഫെയിം ഇത് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ 18 വയസ്സ് മാത്രമായ പെൺകുട്ടിയെ പിടിച്ച് കെട്ടിച്ചത് വളരെ മോശമാണ്. അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക, മോളെ നീ ഇപ്പോഴും നീ ഇത് മാറ്. അവനോടും പറയാ, അതായത് 18 വയസ്സായതല്ലേ ഉള്ളൂ, ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു 2-3 വർഷം കഴിയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിപ്പിച്ച് വരാം. അതായത് ആ സ്നേഹം ഉണ്ടെങ്കിൽ കല്യാണം കഴിപ്പിച്ച് തരാം. നീ ഈ പ്രായത്തിൽ, അതായത് ഈ 18 വയസ്സ് എന്ന് പറയുമ്പോഴേക്കും നിനക്ക് എന്തൊക്കെയോ ഒന്നും അറിയാതായിരിക്കും. ഈ കുട്ടികളിയാണ്. അതായത് ഈ 18 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവർക്കൊന്നും അറിയില്ല. ഇവർക്ക് ആ ഒരു വാശിയും വൈരാഗ്യവും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരുത്തർ കെട്ടണമെന്നില്ല, ഒരു ഇത് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇത് അനുഭവിച്ചു വന്നവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 18 വയസ്സും 19 വയസ്സും 20 വയസ്സിലുള്ള പ്രേമിച്ചിട്ടുണ്ടാവില്ലേ? ആ പെണ്ണൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗതി എന്തായിരിക്കും? അതാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും പ്രണയമുണ്ട്. 21 വയസ്സാകുമ്പോഴേക്ക് 18 വയസ്സുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പലരും എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ കെട്ടിയവരൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കളി മാത്രമാണ്. ഇപ്പോഴും ഇവർക്ക് തോന്നിയത്, ഇപ്പോഴും മൊണാലിസയ്ക്ക് തോന്നിയത് ഒരു കുട്ടിക്കളി മാത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ അതിന് തോന്നും അയ്യോ ഞാൻ കാണിച്ച മണ്ടത്തരമായി പോയി, അല്ലെങ്കിൽ ഞാൻ കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇനിയിപ്പോഴും എന്ന് പറഞ്ഞ് എന്താ ചെയ്യാൻ അറിയാം, ഈ പെൺകുട്ടി എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മോചിതരാകാനാണ് നോക്കുക. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരും കൊട്ടിയാഘോഷിച്ച് നമുക്കാർക്കോ വേണ്ടിയിട്ടുള്ള നേട്ടത്തിന്, അല്ലെങ്കിൽ നമ്മളെന്തോ മറ്റുള്ളവരെ പറയിക്കാനോ മറ്റുള്ളവർ മുന്നിലെത്താനോ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാണിച്ചു കൂട്ടുന്നതിന് ആ അച്ഛനും അമ്മയാണ് ഇപ്പോഴും ഇനി സമാധാനം പറയേണ്ടി വരിക. ഒരുപാട് നാൾ കഴിഞ്ഞ് അവർക്ക് ആ മകളെ തള്ളിക്കളയാൻ കഴിയുമോ? അങ്ങനെ തള്ളിക്കളയുന്ന ഒരു അച്ഛനും അമ്മയാണെങ്കിൽ 18 വയസ്സ് വരെ വളർത്തേണ്ട ആവശ്യമുണ്ടോ? ആ പെൺകുട്ടി 16-17 വയസ്സിൽ കുംഭമേള നടക്കുമ്പോൾ മാല വെക്കാൻ പോയിട്ടല്ലേ വൈറലായത്. അങ്ങനെ അച്ഛനും അമ്മയും അങ്ങനെ തള്ളിക്കളയുന്നതാണെങ്കിൽ അന്നേ തള്ളിക്കളയേണ്ടല്ലോ. ഒരിക്കലും അല്ല. നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് സ്നേഹമില്ലാതെ ഒന്നുമല്ല. നമ്മളെപ്പോലെയുള്ള ഒരു അച്ഛനും അമ്മയും തന്നെയാണ് അതിൻ്റെ അച്ഛനും അമ്മയും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഇവിടെ എല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു നേട്ടത്തിന് എന്തിനോ വലിയൊരു ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ദേ കിടക്കുന്ന കേരളത്തിലെ അഭയം തേടിയിട്ട് എന്തോ പ്രഹസനമാണ് ഇത്. എന്ത് പ്രഹസനമാണ് സജീദ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു അച്ഛനിങ്ങനെ വേദനിപ്പിച്ചത്? അല്ല, ഇവനെ പറ്റിയിട്ട് വല്ല കാര്യങ്ങളും നിങ്ങൾക്കറിയോ? ഇവൻ്റെ എങ്ങനെയുള്ള മനുഷ്യനാണ്? ഇവൻ നല്ലവനാണോ? അല്ലെങ്കിൽ ഇവന് പോറ്റാൻ കഴിവുണ്ടോ? ഇവൻ എങ്ങനെയാണ്? ഈ പെൺകുട്ടിക്ക് വരെ ഇവനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വാശിയും വൈരാഗ്യവും തീർക്കാനുള്ള ഒരു സ്ഥലമല്ല ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഇന്നലെ കണ്ടത് അതാണ്. ഇന്നലെ എന്തോ ഒരു സംഭവം പോലെ ഇതാണ് ഒറിജിനൽ കേരള സ്റ്റോറി, ഇതാണ് ഒറിജിനൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട് എൻ്റെ പൊന്നുമക്കളെ. പക്ഷേ ഇത് ഭയങ്കരമായിട്ടുള്ള മോശമായ സംഭവം എന്ന് ഞാൻ പറയുള്ളൂ. ഒരിക്കലും നമുക്ക് ഇതിനെ അനുകരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് പിന്നെ എനിക്ക് ഇതാ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അങ്ങ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമല്ല വേണ്ട. ഓൻ എങ്ങനെയുള്ള ആളാണ്, എങ്ങനെയുള്ള സംഭവമാണ്, ഒരു ദിവസം കൊണ്ടൊന്നും ഒരുത്തനെ മനസ്സിലാക്കാൻ പറ്റൂല. ഓൻ്റെ നാട്ടിലേക്ക് വിളിച്ചിട്ട് ഏതെങ്കിലും ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ടോ ഇവൻ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന്? ആ പെൺകുട്ടിയോട് പറയുന്ന കാര്യമായിരിക്കില്ല. അതിനാണെങ്കിൽ 18 വയസ്സായിനേ ഉള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചെയ്തിരിക്കുന്നത് വലിയൊരു മണ്ടത്തരം തന്നെയാണ്. ഒരിക്കലും നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് അട്ടപ്പോക തന്നെയാണ്. നന്ദി, നമസ്കാരം. വരുന്നിടക്ക് വെച്ച് കാണാം.